ആ ഞാൻ എന്തൊക്കെയാണ്? കാസർഗോഡാണ്. ആയിക്കോട്ടെ, പറഞ്ഞു. ഒരു പേര് ശാലിനിന്ന്. പേര് ഒന്നും വെളിപ്പെടുത്താനില്ലെങ്കിൽ, ആവശ്യമില്ലെങ്കിൽ അതൊന്നും ഇല്ല, പറഞ്ഞു. പേരൊന്നും വെളിപ്പെടുത്തണ്ട, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് നിങ്ങളെ വിളിക്കണം തോന്നി, അങ്ങനെ വിളിച്ചു, അത്രയില്ല. ഇത് ആ, ഭയങ്കര ഒരു ഉപകാരമാണ് ഈ നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി. ഉം. എന്ത് പറഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരൊന്നും അമ്മമാരുണ്ട്, ഒരുപാട് അല്ല, ഉയരങ്ങളിലെത്തിയത്. ഗുരുക്കന്മാരില്ല, ഒന്നും പറഞ്ഞു തരാനും ആരുമില്ല, ആരോട് ചോദിക്കാനും ഇല്ല. ആ, അപ്പൊ നമുക്കും ഇപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോ കാര്യങ്ങൾ നമുക്ക് ഇരുന്ന് മനസ്സിലാവുണ്ടല്ലോ. ആ, പഠിക്കാനുണ്ടല്ലോ നമുക്കും. അതെ അതെ, അതാണ്. എനിക്കിപ്പോ ഒരുപാട് ഉപകാരപ്പെട്ടു ഇങ്ങനെ ഇല്ലത് കൊണ്ട്. ഉം, ഉം, എന്ത് പറഞ്ഞാല് ഞാനും എനക്കും ഗുരുവോ അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങനെ ഉം, എനിക്കിപ്പോ ഒരു 44 വയസ്സുണ്ട്. ഉം, അപ്പൊ ഒരു 35, 36, 37 വയസ്സ് ഭയങ്കര കഷ്ടപ്പാടാണ് എനിക്ക്. ചെറുപ്പത്തില് ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാല് ഉം, അതിനിപ്പുറം തന്നെ ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുമോന്ന് എനിക്ക് ഉം, തോന്നുന്നു. ഉം, അത്രയും കഷ്ടപ്പാട് വീട്ടിലും പിന്നെ കല്യാണം കഴിഞ്ഞു അടുത്തെങ്കിൽ അതിന്റെ 8 ഇരട്ടി കഷ്ടപ്പാട്. ഉം, അപ്പൊ ഇതെല്ലാം നമുക്ക് ആരും യോജിച്ചിട്ട് പോവാനും കഴിയുന്നില്ല. ഭയങ്കര ഉം, നമ്മളെ കർമ്മത്തിൻ്റെതായിരിക്കും. അല്ല, അതെല്ലാം ഇപ്പൊ അല്ലേ മനസ്സിലാകുന്നത്. ഉം, ആദ്യം ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഉം, അപ്പൊ ഒരുപാട് കഷ്ടപ്പാടിന്റെ ഇടക്ക് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായാൽ എല്ലാ പ്രശ്നം തീർന്നിരിക്കും. പിന്നെ ഒന്നിച്ച് കുടുംബത്തോടെ നിൽക്കുമ്പോഴല്ലേ ഇപ്പൊ പ്രശ്നം വരുന്നത്. ഉം. അപ്പൊ ഞാൻ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ വീടായി, നല്ലൊരു വീടെല്ലാം കിട്ടി. ഭർത്താവ് നല്ല ആള്, അങ്ങനെ പുകവലിയോ മദ്യപാനം അങ്ങനെയൊന്നുമില്ല. ഉം. അപ്പോൾ ആ ഒരു ആഗ്രഹം കാണുമ്പോൾ എനിക്ക് ഒരു കുറവുമില്ല. എല്ലാവർക്കും മാനസികമായിട്ട് ഭയങ്കര ഉം. ബുദ്ധിമുട്ടായിരുന്നു. ഉം. അപ്പൊ വലിയൊരു വീട് കെട്ടി, ഒരു 15 വർഷമായി, 12 വർഷമായി ആ വീട് കെട്ടി. ഉം. ഉം. നല്ല വീട്, ആ സമയത്ത് നല്ല വലിയൊരു വീട്. അപ്പൊ ആ വീട് കെട്ടിയിട്ട് വന്നിട്ട് എൻ്റെ മാനസിക നിലക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇതെനിക്ക് വല്ലാതെ ഒരു ഭയങ്കര ഒരു ചിന്ത വന്നു, ഇത് എന്തുകൊണ്ട്. അപ്പൊ ഞാൻ അതുവരെ വിചാരിച്ചത് എനിക്ക് വീട് കിട്ടിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് പിന്നെ ഞാൻ ഭയങ്കര സന്തോഷമായിരിക്കും. ഉം. ഇപ്പൊ ഇതെല്ലാരും നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് നമുക്ക് സം- ഭയങ്കര ഒരു കഷ്ടപ്പാട് സന്തോഷമില്ലാത്തതെന്ന് വരുന്നത്. വിചാരിച്ചു. ഒരു സംതൃപ്തി, ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്. ഉം. അപ്പൊ ഉം. സ്വന്തമായിട്ട് ഒരാഗ്രഹമല്ലേ, ഉം. ആ ആഗ്രഹം സാധിച്ചാലേ നമുക്ക് എല്ലാം ആയിന്ന് ഞാൻ അങ്ങനെ ഉം. കരുതി. ഉം. പക്ഷെ അതിന് നേരെ തിരിച്ചാണ് എനിക്ക് സംഭവിച്ചത്. അപ്പൊ ഉം. ആ വീട് കെട്ടുവോളം ഉണ്ടായ സമാധാനം പിന്നെ വീട് കെട്ടിയിട്ടാകുമ്പോ ഉണ്ടായിട്ട. എന്താ പറ്റിയത്? ആ പ്രശ്നം അതേപോലെ നിലനിൽക്കും. ഇപ്പൊ ഇവരെ ഭർത്താവിന്റെ വീട്ടുകാരെങ്കിൽ മുമ്പേ ആടെ വീട്ടിലുണ്ടാകുമ്പോ ലഹളയെങ്കിൽ അവരിവിടെ വന്നിട്ട് ലഹളയാക്കും, അത്രേ ഉള്ളൂ. ഓ, ഓ, അപ്പൊ ഓ. എനിക്ക് പ്രശ്നം കൂടി. എന്താ പറഞ്ഞാല് ഉം. ആടെ ഉണ്ടാകുമ്പോ നമ്മൾ തോന്നും ഒന്നിച്ചുണ്ടാകുമ്പോ എല്ലാരും എല്ലാവരും കൂടിയാണ് പറയണെന്ന് വിചാരിക്കും. എല്ലാരും സ്വാഭാവികമല്ലേ, അപ്പുറം ഇപ്പുറം ഉം. ഉം. എന്തെങ്കിലും ചിലപ്പോ ഇഷ്ടപ്പെടാതെ പറയലും അപ്പൊ കാലുമ്പോ അത് സാധാരണയല്ലേ. ഉം. പക്ഷെ വീട് മാറിയിട്ടാകുമ്പോ വീട്ടിൽ വന്നിട്ട് പ്രശ്നമാകുമ്പോ അപ്പൊ കൂടുതൽ മാനസികമായിട്ട് കൂടുതലല്ലേ തകരുന്നേ. ഉം. അപ്പൊ ഞാൻ ഇങ്ങനെ കരുതുന്നു, പിന്നെ ആടെ ഉണ്ടാകുമ്പോഴും സമാധാനം തന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളങ്ങനെ ഉപദ്രവിക്കുമ്പോ അപ്പൊ നമുക്ക് അധികമല്ലേ ടെൻഷൻ. ഓ. അങ്ങനെ ഒരു മനസ്സമാധാനം കിട്ടിയിട്ടാ. അപ്പൊ പിന്നെ മെല്ലെ ഈ ഭഗവത്ഗീത എന്നുള്ളൊരു പുസ്തകം എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. ഉം. അങ്ങനെ അതിൽ ഓരോരോ അധ്യായം അങ്ങനെ വായിച്ച്, ഉം. അപ്പൊ അത് വായിച്ചിട്ട് കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങിയ പിന്നെ മനസ്സിലായി ഇത് പിന്നെ വേറെ ആരും തരുന്നതല്ല, നമ്മ തന്നെ നമ്മളുടെ ഉള്ളിലാണ് ഈ പ്രശ്നം. നമ്മളെ ഉള്ളിൽ തന്നെ മനസ്സമാധാനം കിട്ടണമെങ്കിൽ നമ്മ തന്നെ വിചാരിക്കണം. ഉം. അത് ഉം. വേറൊരാൾ നമുക്കിത് തരില്ല എന്നുള്ളത് അന്ന് മനസ്സിലായി. ഉം. അപ്പൊ ഇതായി ജീവിതം. ഉം. ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് ആ, പഠിച്ചതിന് അതിനുശേഷം ശേഷം വേറൊരു ജീവിതം. ഉം. വേറൊരു ജീവിതം. ഉം. ഉം. അങ്ങനെ പിന്നെ അതോരോന്ന് പഠിച്ചു. പിന്നെ അതെല്ലാം വായിച്ച് പിന്നെ ലളിതാ സഹസ്രനാമം വായിക്കാൻ തുടങ്ങി. ഉം. സന്ധ്യക്ക് അത് വായിച്ചുകൊണ്ട് കുറേ 2-3 മാസം ഞാനത് നിർത്താതെ വായിച്ചിട്ടാകുമ്പോഴും ഇത് ഈ പ്രശ്നത്തിനൊരു കുറവല്ല, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉം. പ്രശ്നം ഒരു ഭാഗത്തേക്ക് കൂടിക്കൊണ്ട് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉം. പിന്നെ എനിക്ക് ഭയങ്കര ജീവിതത്തില് പെട്ടെന്ന് വിരക്തി വന്നു ഇങ്ങനെ. ഉം. പിന്നെ ഒന്നിനോട് താല്പര്യമില്ല, കുടുംബം ഉം. വേണമെന്നില്ല. പിന്നെ ഈ ആത്മീയമായിട്ട് ഇങ്ങനെ ഇതെന്നെ ചിന്തയായി. ഒരു 6 മാസം ഞാൻ ഉം. ഒരു ഡിപ്രഷൻ എന്ന് പറയാം, ഒന്നും ഉം. പറയണ്ട. ഇപ്പൊ യാതൊന്നിനും താല്പര്യമില്ല, ഉം. അങ്ങനെല്ലായി. ഉം. പിന്നെ ഞാൻ ഈ നമഃശിവായ ഞാൻ ഒരു സാധനം അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ
പെട്ടെന്ന് ഇങ്ങനെ കുറെ പുസ്തകമെല്ലാം വായിച്ച് ക്രിയായോഗ പഠിക്കണം എന്ന് വിചാരിച്ചു. ഉം. അങ്ങനെ ആര് ഗുരു ഇങ്ങനെ ശിവനെ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് ഉം. സന്ധ്യയൊക്കെ പോയിട്ട് നമ്മളെ പൂജാമുറിയിൽ നിന്ന് തന്നെ നമശിവായ ഒരു 10 മിനിറ്റ് ജപിക്കും ഇങ്ങനെ. ഉം. പക്ഷെ അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റം കൊണ്ടുവന്നു ആ ഒരു ജപം. ഞാന് എന്തുണ്ടായത്? ഉം. ഞാൻ ഫുള്ള് എനിക്ക് ഒരു അവിശ്വാസം ഉണ്ടായിട്ടാ. പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഗുരു സങ്കല്പിച്ചിട്ട് ഞാനിങ്ങനെ ജപിച്ചു. ഉം. ജപിച്ചുകൊണ്ട് ഓം നമഃശിവായ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ധ്യാനമൊന്നും ചെയ്യുന്നില്ല. ഉം. ഈ ഈ ജപത്തിൽ ഈ സന്ധ്യക്ക് എല്ലാരും മുമ്പ് തന്നെ ഇരുന്നിട്ട് ജപിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡ് എൻ്റെ ഒരു ബോധം ഇങ്ങനെ മറിഞ്ഞ മാതിരിയായി. ഉം. ഒരു ശിവലിംഗത്തിൽ ഒരു കൈ വന്നിട്ട് ഇങ്ങനെ ഒരു കൈ എന്നെ എന്നെയല്ല അനുഗ്രഹിച്ചത്, ഉം. ഈ ശിവലിംഗത്തിൽ ഉം. കൈ വന്നിട്ട് അനുഗ്രഹിച്ചു. ഉം. അത് ആ ഒരു പിന്നെ ഉടല് കണ്ടിട്ടാ, ഉം. അങ്ങനെയല്ല, ഒരു കൈ മാത്രം. ആ കൈ എന്ന് പറഞ്ഞാല് എന്തൊരു ഭംഗിയാ കൈക്ക്. ഒരു വെളുത്തിട്ട് രുദ്രാക്ഷം ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് ആ കൈക്ക്. ഉം. ഉം. ചെറിയ കള്ള നീണ്ട വിരല്. ഉം. ഇത്ര വരെ കണ്ടിട്ടില്ല. ആ വിരലിന് കുറച്ച് നമ്മൾ മടങ്ങുന്ന ഭാഗമില്ലേ, ഉം. ഉം. അത്രം വരെ മാത്രമേ കണ്ടിട്ടു. ഉം. അതൊരു സെക്കൻഡ് കണ്ട ആ കൈ വന്നിട്ട് ആ ശിവലിംഗത്തിന്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചു. ഉം. അതിനുശേഷം എനിക്ക് പല പല അങ്ങനെ അറിവ് ഇങ്ങനെ കിട്ടി. വേറെ അങ്ങനെ കണ്ടതല്ല, ഉം. ഇങ്ങനെ അറിവ്, ഈ ആത്മാവ് എന്തെന്ന്, ശരീരം ഇതെല്ലാം എനിക്ക് ഇങ്ങനെ ദിവസം കഴിയുന്നാണെങ്കിൽ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരുന്നു. ഉള്ളിന്ന് ഇങ്ങനെ വരികയാണ് അറിവ്. ആ ഉള്ളിൽ തന്നെ മനസ്സിലായി എനിക്കെല്ലാം. ഉം. ഉം. അപ്പൊ ഞാനിത് തത്വത്തിൽ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. ആത്മാവ് ഉം. വേറെ, ശരീരം വേറെ, പഞ്ചഭൂത നിർമ്മിതമായ ശരീരം, ആത്മാവ് അതിലില്ലതല്ല, ഇത് വേറെയെന്ന് നമ്മ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഉം. പക്ഷെ ഇത് തത്വത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഉം. അതെനിക്ക് മനസ്സിലാവുന്നില്ല അത്രയായാലും. ഉം. ഞാനിത് വായിച്ചു. അതും ഇതേപോലെ ഈ സന്ധ്യാനാമം ഈ നമശിവായ ചെല്ലുന്നതിന്റെ ഇടയ്ക്ക് ഉം. ഒരു സെക്കൻഡിൽ ഒരു അംശമൊന്നും അറിയില്ല. ഉം. ഒന്ന് ഞാൻ എന്തോ ഒരു സാധനം പുറത്തേക്ക് പോയി. ഉം. അപ്പൊ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പെട്ടെന്നൊരു തുറന്നു. വേദന വന്നു. ഇങ്ങനെ ഉം. നെഞ്ചടിപ്പെല്ലാം ഇങ്ങനെ കൂടി. അപ്പൊ ഞാൻ ഒന്ന് പുറത്തേക്ക് പോയിട്ട് ആദ്യം തിരിച്ചു വന്ന മാതിരി ഉം. ഒറ്റൊരു സെക്കൻഡിലൊരു അംശം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി അത് ഉം. മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ആത്മാവും ശരീരവും രണ്ടാണെന്ന് രണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ എന്നാലും ഇത് എനിക്ക് പ്രവർത്തിക്കാൻ അനുഭവത്തിൽ വന്നില്ല. അനുഭവമില്ലല്ലോ. അനുഭവമില്ല. അനുഭവമില്ലാതെ എനിക്ക് മറ്റേ ഇതെന്താ ശരിക്കും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു സെക്കൻഡിൽ ഒരു അംശം പുറത്തേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ഈ ശിവലിംഗം എന്ന് പറയുന്നത്, ഈ ആ ഒരു അനുഗ്രഹം കണ്ടത് ശരിക്കും നമ്മൾ ആത്മാവിനെ തന്നെയല്ലേ അനുഗ്രഹിച്ചത്. അതാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അങ്ങനെ തോന്നി എനിക്ക്. പിന്നെ കുറെ അനുഭവം ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ പുസ്തകമെല്ലാം വായിച്ചു. പിന്നെ ഇപ്പൊ എല്ലാരും ഇതിൽ പറയുന്ന കേട്ട മാതിരി ഇട, പിങ്കള, സുഷുമ്ന, ഇതൊന്നും ഞാൻ പഠിച്ചിട്ടാ. സത്യത്തിൽ ഞാൻ ഇപ്പോ ഈ പുസ്തകമെല്ലാം വായിക്കുമ്പോഴാണ് ഈ സംഗതി ഇതെല്ലാന്ന് എനിക്കറിയുന്നത്. പക്ഷെ ഇത് അനുഭവത്തിൽ ഇതെനിക്കെല്ലാം അറിയാം. അതായത് ഒരു വലതുകാലിന്റെ ഇതേ കൂടി ഒരു ശക്തി ഇങ്ങനെ ഒരു ആഴ്ച നമുക്ക് കടന്നിട്ടാകുമ്പോ ഇങ്ങനെ പാസ്സായിക്കൊണ്ടുണ്ടായി. അപ്പോൾ നമ്മ ഇങ്ങനെ ഇപ്പൊ എല്ലാരും പറയുന്ന മാതിരി ടെൻഷൻ ഉണ്ട്, ഇതിങ്ങനെ എന്തായിത്തീരും, ഇത് എന്തെന്ന് ആർക്കും അറിയില്ലല്ലോ, ചോദിക്കാൻ ആരും ഇല്ലല്ലോ. അങ്ങനെയെല്ലാം സംഭവിച്ചു. പിന്നെ 2 ഭാഗത്ത് ഇങ്ങനെ പോന്നു. പിന്നെ ഈ ചെവിയിലെ 2 സൈഡ് വേദന, പിന്നെ ഈ മൂർധാവില് ഭയങ്കര വേദന. നെറ്റിയുടെ പുറകിൽ 2 ഭാഗം. ചെവിയുടെ 2 സൈഡും പറഞ്ഞ ചെവിയുടെ പുറകിലല്ലേ വേദന? പുറകില് കഴുത്തിന് മുകളില് ചെവിയുടെ പുറകിലായിട്ട് വേദന വന്നു. പിന്നെ ഈ നെറ്റിയിലെ അത് ഇപ്പോ വന്ന് നല്ലൊരു ഞാൻ കുറച്ച് സമയം കോൺസെൻട്രേറ്റ് വന്ന ഈ മൂക്കിന്റെ അടുത്ത് വരെ വന്നിട്ട് നിൽക്കുന്ന മാതിരി തോന്നുന്നു. ഇപ്പൊ നല്ല നമ്മ കോൺസെൻട്രേഷൻ കിട്ടി കഴിഞ്ഞാല് അതിന്റെ മുകളിലേക്ക് വരും. അതവിടെ വന്നിട്ട് അതിന്റെ മുകളില് ഭാഗത്ത് വന്നു. ഇതെല്ലാം എനിക്ക് ഇതെല്ലാം അനുഭവത്തിലുണ്ട്. ഇതെല്ലാം ഈ സന്ധ്യക്ക് ഈ 10 മിനിറ്റ് ഞാൻ
ഓം നമ ശിവായ ജപിക്കുമ്പോഴാണ് എനിക്കിത് കിട്ടുന്നത്. ഉം, ഉം, ഉം. പക്ഷെ ഇതെനിക്ക് ഞാനിത് എന്തെന്ന് ഇതുവരെ പഠിച്ചിട്ടുമില്ല, ആരോട് ചോദിച്ചിട്ടും പഠിക്കാതിരിക്കാന്നല്ലേ, ഒന്നും പഠിക്കരുത്. ഇല്ല. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇത് എവിടെയും പോയിട്ട് ഒന്നും ആ പഠിക്കാൻ ജപം പറ്റില്ല. തന്നെ തുടർന്നുകൊണ്ടിരുന്നാല് ആ ഉയർന്നു വന്ന ആ സംഭവം ഇനി വേറൊരു സ്ഥലത്ത് പോയി തുറക്കും. ഒരു ഭാഗത്ത് പോയി നിൽക്കും മുകളില്. അല്ല അവിടെ എത്തിയാൽ അവിടെ എത്തുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജന്മലക്ഷ്യം പൂർത്തിയാവും. ഇതന്നെ എനിക്ക് വലിയ ഭാഗ്യം പോലെ തോന്നി. ഇപ്പൊ ഇത്രയും ഒരു പ്രശ്നത്തിന് സ്റ്റേജും കൂടിയേ ഉള്ളൂ, ഇനി ഒരു സ്റ്റേജും കൂടി പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ പ്രശ്നമെല്ലാം വന്നത് ഞാൻ ഇതില് നിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് നിക്കട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭൗതിക ജീവിതത്തിൽ മുഴുകിയിട്ട് ഇങ്ങനെ നടക്കട്ടെ. എല്ലാം അതന്നെയാണ്. ഈ ആത്മീയ ജീവിതത്തിലേക്ക് തിരിയുന്നവർക്ക് ഈ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് അത്രയും അടുത്ത് പരത്തി ഞാൻ ജീവിച്ചോ മരിച്ചോ ഞാൻ ഡിപ്രഷൻ ഒന്ന് ആത്മഹത്യ അല്ലെങ്കിൽ അതൊക്കെ വരും. അതെന്തിനാ വെച്ചാല് അവരെ ഇപ്പോ പശുവിനെ തെളിച്ച് നടത്തുമ്പോ പിന്നൊന്ന് വടിയെടുത്തിട്ട് ഇങ്ങനെ വെറുതെ അടിക്കും, ഇങ്ങോട്ട് തിരിയുക അങ്ങോട്ട് തിരിയുന്നു. അപ്പൊ അതുപോലെ അത് നമുക്ക് ആ സമയത്ത് അറിയുന്നില്ലല്ലോ. അതുപോലെ അടി കിട്ടിയിട്ട് നമ്മളെ ഈ വഴിക്ക് നടത്തുകയാണ്. പിന്നെ ഇതിപ്പോ ഇത് തന്നെ ഇപ്പൊ ഒരുപാട് അനുഭവം. ഇങ്ങനെ ഒരു ദിവസം രാവിലെ നോക്കുമ്പോ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തുനിന്ന് ഓങ്കാര ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അത് എവിടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ പുരുഷന്മാരുടെ ശബ്ദത്തിലാണ് 3-4 പേര് ഒന്നിച്ച് ജപിക്കുന്ന മാതിരി ഒരു ഓങ്കാരം ഇങ്ങനെ കേട്ടു. അതൊരു ദിവസം കേട്ടു. പിന്നെന്ന് പറഞ്ഞാല് സൂര്യനെ നോക്കുമ്പോ ഇങ്ങനെ പൂത്ത പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും. അത് ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. പിന്നെ എല്ലാ ലൈറ്റും അതിന് നക്ഷത്രങ്ങൾ അതാണ്. ഇനി നക്ഷത്രങ്ങളെ നോക്കിയാലും ബൾബിലേക്ക് നോക്കിയാലും വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിലേക്ക് നോക്കിയാലും ആദ്യം മനസ്സിലായില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ പ്രകാശം തട്ടിയിട്ട് ഒരു വണ്ടിക്ക് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഈ സൂര്യപ്രകാശം കൊള്ളുന്നുണ്ട്. ഇതെന്റെ മുഖത്തേക്ക് അടിക്കുമ്പോഴും കൂടെ എനിക്ക് ഇങ്ങനെ ചുറ്റും ഒരു പ്രകാശം പൂത്തിട്ട് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ കാണുന്നു. ഒരു വലയം എന്ന് പറഞ്ഞാൽ എല്ലാ കളറും ഉണ്ട്. നമ്മളെ ദേഹത്തോളം ഈ കളർ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം. അത് കുറേ നാളുണ്ടായിട്ട് അതൊരു 2 മാസം അങ്ങനെ കണ്ടു. അത് പിന്നെ കുറഞ്ഞു വന്നു. കുറഞ്ഞു വരുന്നത് ശരിയല്ല, അത് കുറഞ്ഞു വരുന്നത് നല്ല അനുഭവമല്ല. അത് കൂടി വരിക ചെയ്യുക. അപ്പൊ നമ്മള് ആ സമയത്ത് ചെയ്തിരുന്ന പോലെയുള്ള സാധന എന്ത് ജപാണോ അത് തന്നെ അതിൽ തന്നെ ആഴത്തിൽ മുഴുകണം. അപ്പൊ അത് കൂടുതൽ തെളിഞ്ഞു വരും. അത് ആദ്യം ഞാൻ വിചാരിച്ചു ഞാനിത് പിന്നെ സൂര്യദേവനെ നമസ്കരിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെ കണ്ടത്. പിന്നെ ഇപ്പൊ കാണുന്നില്ല. പിന്നെ ഞാനിത് രാത്രിക്ക് ഒരു ദിവസം പുറത്തു പോയിട്ടാകുമ്പോ ഈ വണ്ടികളെല്ലാം ഇങ്ങനെ വണ്ടിയുടെ ലൈറ്റിൽ ഇതുമാതിരി തന്നെ കാണുന്നുണ്ട്. ഈ സൂര്യപ്രകാശം കാണുന്നവരും ഈ വണ്ടിയുടെ ലൈറ്റും കാണുന്നുണ്ട്. കണ്ണ് മഞ്ഞളിച്ചു പോകും. കണ്ണെല്ലാം ഇങ്ങനെ ഞാൻ ഈ സ്കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി എനിക്ക് കണ്ണിങ്ങനെ നമ്മളെ ലൈറ്റ് കാണില്ല. എനിക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ദൂരത്തിലെ വണ്ടിയുടെ ലൈറ്റ് എല്ലാം എനിക്ക് ഇങ്ങനെ ഭയങ്കര ലൈറ്റ് ആയിട്ട് കാണുന്നു. അതാണ് മൊത്തം. അതായത് ഡിം ലൈറ്റ് പിന്നെ ഇല്ല. എവിടെ നോക്കിയാലും നല്ല വെളിച്ചം, സ്വർഗീയ പ്രകാശമായിരിക്കും ബൾബിനൊക്കെ. പക്ഷെ അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചാണ് ഇതത്. അപ്പൊ ഞാൻ വെച്ചു ഇങ്ങനെ കാണുന്നത് സൂര്യദേവനേലും ഇങ്ങനെ കണ്ടു. ഇങ്ങനത്തെ സാധാരണ ലൈറ്റ് അതെന്താ വെച്ചാല് ഈ നമ്മുടെ ശിരസിലേക്ക് ഈ ഊർജം നിറഞ്ഞിട്ട് ഈ കാഴ്ചയുടെ കോശങ്ങളുണ്ട് തലച്ചോറിൽ, അതൊക്കെ നല്ല എനർജൈസ്ഡ് ആയി നിൽക്കുക. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ക്ഷമത വർദ്ധിക്കും. കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ഒക്കെ ശക്തി വർദ്ധിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രകാശം ഇത്തിരി വെളിച്ചായിരിക്കും, പക്ഷെ അത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. അത് ഞാന് എന്തൊക്കെ പറഞ്ഞാല് എനിക്ക് ഇങ്ങനെ കാണുമ്പോ ഞാൻ എന്താ ഈ ചെയ്യുന്ന കുറച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറയ്ക്കാനല്ല, കൂട്ടുകയാണ്. മുമ്പിലോട്ട് പോയാൽ ചിലപ്പോ ഇത് സംശയം ചോദിക്കാൻ ആളില്ല. അതുകൊണ്ട് ഇത് ഇനിയിപ്പോ സംശയം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ. ഇനി അത് ചെയ്തോളൂ കേട്ടോ. അതിന് ശേഷം പിന്നെ ഒരു രാത്രി ഇങ്ങനെ ഈ ഉറക്കത്തെ ഒരു 12 മണിക്കെല്ലാം ചിലപ്പോ എന്തെങ്കിലും ഒരു ഒറ്റ സെക്കൻഡ് എന്തെങ്കിലും ഒരു ഇത് വരും, ഒരു ഉണർത്തല്. ഈ പിന്നെ ഒരു
ഒരു എന്തായാലും അത് മഴവില്ലിന്റെ ഉറക്കത്തിൽ നിങ്ങോട്ട് ഉണരും. ഒരു മഴവില്ലിന്റെ രൂപത്തിന്റെ നടുക്ക് നമ്മ കിടക്കുന്ന മാതിരി അങ്ങനെ ഒരു 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 നമുക്ക് ചുറ്റും ഒരു വലയം മാതിരി ഇങ്ങനെ ഒരു ദിവസം. പിന്നെ അതുപോലെ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി ഉണർന്നു. അത് തലയുടെ ഉള്ളിന്നോ അതിന് പുറത്തുനിന്നോന്ന് എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടാകുമ്പോ ഒന്നും കാണുന്നില്ല. ഒരു ഭയങ്കര ഒരു ശബ്ദം കേട്ടു. തലയുടെ ഉള്ളിൽ നിന്നാണ് അത് കേൾക്കുക. അത് ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞില്ല. അതറിഞ്ഞിട്ടാ. അത് മൊത്തം ഒരു എന്തോ ഒരു സാധനം ഒരു ഇടിമുഴക്കത്തിന്റെ പോലുള്ള എന്തോ ഒരു കൂടെ ഉണ്ടോ എന്തോ അടിച്ച മാതിരി അതുപോലെ ഒരു സൗണ്ട് വരും. ഒരു സൗണ്ട്. അത് ആ നാഡികള് തുറന്നിട്ട് ഊർജം മുകളിലേക്ക് ചാടുന്നതിന്റെ ശബ്ദമാണ്. നാഡികൾ തുറക്കുന്നതിന്റെ ശബ്ദമാണ്. പിന്നെ അതേപോലെ തന്നെ പുറത്ത് ഇപ്പൊ 2 സ്റ്റീലിന്റെ പാത്രം വെച്ചിട്ടുണ്ട്. അത് എന്റെ കൈ തട്ടിട്ട് ഒന്ന് കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടിട്ടാകുമ്പോ അതിന്റെ കിലികിലിന്നുള്ള ശബ്ദം ഉള്ളിൽ വരെ കേട്ടു അല്ലെ? നല്ലൊരു ശബ്ദം. സ്റ്റീരിയോഫോണിക് ആകും. അത് സ്റ്റീരിയോഫോണിക് പറയും. ഒരു മാസ്മരിക. അതൊരു 5 മിനിറ്റ് ഇങ്ങനെ നീണ്ടു. നമ്മൾ സാധാരണ ആ സമയത്ത് ഇങ്ങനെ പോയില്ലേ? അത് 5 മിനിറ്റ് നീണ്ടത് എന്താ വെച്ചാല് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ശബ്ദം വരെ ആദ്യം ഉണ്ടാവുന്ന ശബ്ദം നേർത്ത് സൂക്ഷ്മമായി പോവുമല്ലോ. അതിന്റെ സൂക്ഷ്മമായി പോകുന്ന അറ്റം വരെ കേൾക്കുന്നോണ്ടാണ് ആ ശബ്ദം നീണ്ടു നിൽക്കുന്നതായിട്ട് തോന്നുന്നത്. അതുപോലെ അമ്പലത്തിൽ പോയിട്ട് മണിയൊക്കെ അടിച്ചാൽ ഇതുപോലെ ആ മണിയുടെ ശബ്ദം നേർത്ത് അവസാനിക്കുന്നത് വരെ കേൾക്കും. അതുപോലെ ഈ 2 പാത്രം സ്റ്റീലിന്റെ പാത്രം കൂട്ടിമുട്ടിയിട്ടാകുമ്പോ ആ ശബ്ദം എനിക്ക് ഭയങ്കര ഒരു ആകർഷകമായി തോന്നി. ഇങ്ങനെ നല്ലൊരു മ്യൂസിക് ഒരു ഉപകരണം ഇല്ലേ, ഏതോ ഒരു ഉപകരണത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദം പോലെ എനിക്ക് തോന്നി അന്ന്. അതിന്റെ സൂക്ഷ്മത നമ്മൾക്ക് ദർശിക്കാൻ പറ്റുന്നോണ്ടാണ്. അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ശബ്ദം നേർത്ത് വരുന്ന ശബ്ദം കൂടി കേൾക്കാൻ കഴിയുമ്പോ അത് എന്റെ പുസ്തകം വായിച്ചായിരുന്നോ? പുസ്തകം വായിച്ചു. ഇവിടെ എനിക്ക് കിട്ടി, പുസ്തകം കിട്ടി. അതില് പറയുന്നുണ്ട് ശബ്ദം എങ്ങനെയാവും, എന്ത് ശബ്ദമാണ്. അങ്ങനെ വലിയ അറിവൊന്നുമില്ല. ഈ പുസ്തകം വായിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാനൊന്നും ഈ അനുഭവം പറയണ്ടല്ലോ. ശബ്ദം ഉണ്ടല്ലേ? ശബ്ദം സ്റ്റീരിയോഫോണിക് ആവും. സംഗീതം നമുക്ക് ആസ്വാദനം കൂടും. എനിക്ക് അങ്ങനത്തെ അനുഭവം ഒന്നുമില്ല. ഈ പുസ്തകം വായിച്ച എനിക്കെല്ലാം ഇപ്പൊ അനുഭവത്തിൽ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇപ്പൊ നിങ്ങ ഈ ചാനൽ തുടങ്ങിയ പിന്നെ ഈ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് ഈ ഒരു അനുഭവം ഇങ്ങനെ എനിക്ക് ഉണ്ടല്ലോ ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ബന്ധപ്പെടുത്തുന്നത് ഇപ്പൊ ഒരു പിന്നെ കുണ്ടലിനി ശക്തി മുകളിലോട്ട് വരുന്നറിയുമ്പോ എനിക്കത് മുകളിലോട്ട് പോകുന്നത് എനിക്ക് അനുഭവത്തിൽ വരുന്നു. അത് കേൾക്കുമ്പോ നന്നായി. അതിപ്പോ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോ എന്റെ ശരീരത്തിൽ അത് എനിക്ക് മുകളിലോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നു. അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അത് നല്ലതല്ലേ? അതെ, നല്ലതാണ്. നല്ലതേ ഉള്ളൂ. ഇത് തിരിച്ചറിയാത്ത ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഇതിന്റെ അറിവ് നൽകിയിട്ട് ആത്മവിശ്വാസം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതൊരു നല്ല ഇപ്പൊ നിങ്ങൾ തുടങ്ങിയത് അതൊരു നല്ല അനുഭവം. എന്താ ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയുണ്ടായി. എന്താ പറഞ്ഞാ ചില സമയത്ത് എനിക്ക് ഭാരം ഇല്ലാതെ മാതിരി ഞാൻ ഇപ്പൊ നമ്മ ദോശയെല്ലാം ചൂടാൻ വേണ്ടി നമ്മൾക്ക് അടുക്കളപ്പണി ഉണ്ടല്ലോ, ഭാരമില്ല. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഭാരം കുറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ ഉള്ളിന്ന് ഇങ്ങനെ ഒരു വിറയല് മാതിരി ഭാരം കുറഞ്ഞു വന്നിട്ട് എവിടെയെങ്കിലും പിടിച്ചിട്ട് നിക്കേണ്ട മാതിരി ഒരു അവസ്ഥ വരും. അപ്പൊ അതെല്ലാം ഇപ്പൊ ഇതിൽ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ഓരോരോ ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ആശ്വാസം, ഇത് തന്നെയല്ലേ നമുക്കും വരുന്നത്. അപ്പൊ ഇത് പേടിക്കാനില്ലതല്ലാന്നുള്ളത്. പേടിക്കാനുള്ളതല്ല. സാധനങ്ങൾ നന്നായിട്ട് പൂർവാധികം ശക്തിയായി ചെയ്യൂ. അടുത്തടുത്ത സൗഭാഗ്യങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ വിളിച്ചോ. ഭയങ്കര ഉപകാരം. ഇതിപ്പോ എല്ലാരും എനിക്കിപ്പോ എല്ലാരോടും ഇപ്പൊ ഞാനീ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞാനും പറയുന്ന ഇപ്പൊ ഗുരുക്കന്മാരില്ലാന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കാനില്ല. ഇപ്പൊ നമുക്കിപ്പോ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മ ആ അടുത്തടുത്ത് എത്തിയിരിക്കും എന്നല്ലേ? അതെ, എല്ലാം വരും. ഗുരുവും വരും. അതെ. ശരി. എന്നാല് ഇത്രയെങ്കിലും നിങ്ങൾക്ക് കേട്ടല്ലോ. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിന് ഇങ്ങനെ ഒരു സംശയം. പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ട് ഞാൻ ഉണ്ട് ഇവിടെ. ശരി. ഓക്കെ, താങ്ക് യു.